ഇന്ന് വളരെ ചെറിയ 3 കഥകളും ഈ 3 കഥകളോടും കണക്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യവും പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കഥ, ഒരു കർഷകൻ അയാളുടെ പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിളക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് അയാളുടെ പറമ്പിൽ നിന്ന് എന്താണ് കിട്ടി, അത് തന്നെയാണ് പഴയ കഥയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു കുടം കിട്ടി. ആ കുടം കിട്ടിയപ്പോൾ സ്വാഭാവികം അയാളത് തുറന്നു നോക്കുമ്പോൾ എന്താ, നമ്മൾ മുമ്പ് പഴയ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ. പുറത്തേക്ക് വന്നു. ആര്? ഭൂതം പുറത്തേക്ക് വന്നു. ഭൂതം പുറത്തേക്ക് വന്നിട്ട് പഴയ പരിപാടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഭൂതം പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ കാലമായിട്ട് ലോക്കായിരുന്നു, നിങ്ങളാണ് എന്നെ തുറന്നു വിട്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് 2 വരങ്ങൾ ആവശ്യപ്പെടാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അതിൻ്റെ ഇരട്ടിയായിട്ട് അത് നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരന് കൂടി കിട്ടുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കർഷകൻ പറഞ്ഞു, കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ വാങ്ങിക്കാം, എനിക്ക് എനിക്ക് കുറേ സ്വർണ്ണ നാണയങ്ങൾ വേണം, ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ വേണമെന്നുള്ളൂ. അപ്പം തന്നെ ഭൂതം നൽകി. അപ്പം തൊട്ടപ്പുറത്തുള്ള അയൽക്കാരനും കിട്ടി 2 കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഇനി ഒരു വരം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇയാളൊന്നുകൂടി ആലോചിച്ചു, മറ്റേ ആളെ ഒന്ന് നോക്കി. അപ്പോൾ മറ്റേ അയൽക്കാരൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്, എന്തായാലും ഇരട്ടിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, റെഡി. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി അങ്ങ് അടിച്ചു പോകണം. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇനി രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് 2 സുഹൃത്തുക്കൾ, ആത്മസുഹൃത്തുക്കളാണ്. ഇവർ 2 പേരും കൂടി കാട്ടിലൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിലായിട്ട് ഒരു പുലിയെ കണ്ടു. അപ്പോൾ ഇവരുടെ കച്ചവടം ഏതാണ്ട് തീർന്ന അവസ്ഥയാണ്. പുലി ഇപ്പോൾ ഇവരുടെ പുറകെ ഓടും, ഇവരെ അങ്ങ് കശാപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഓടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് കൂട്ടുകാരൻ ഓടാൻ വേണ്ടി പോവാണ്. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഓടാൻ പോവാണ്. എടോ, ആ പുലിയുടെ പ്രത്യേകത നിനക്കറിയില്ലേ? പുലി വലിയ ഓട്ടക്കാരനാണ്, കാട്ടിലെ വലിയ ഓട്ടക്കാരിൽ ഒരാളാണ് പുലി. ഒരിക്കലും നമുക്ക് പുലിയെ ഓടിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. പുലി എന്തായാലും നമ്മളെ കീഴ്പ്പെടുത്തും. ഓടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, സുഹൃത്തേ, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഓടി തോൽപ്പിക്കാൻ പറ്റും, പുലിയെ ഓടി തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലല്ല ഓടുന്നത്. ഇപ്പം എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിന്നെ ഓടി തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഊഹിക്കാലോ ബാക്കി എന്താണ് അയാൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കഥ. ഈ മൂന്നാമത്തെ കഥ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നതെന്ന്. മൂന്നാമത്തെ കഥ ഇതാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി അവിടെയുള്ള ബുദ്ധിജീവികളുടെയൊക്കെ തല വെട്ടിക്കളയാൻ വേണ്ടി തീരുമാനിച്ചു, നോബിളായിട്ടുള്ള ആളുകളുടെ. അപ്പം അങ്ങനെ ഈ ആളുകളുടെയൊക്കെ തല ഇങ്ങനെ വെട്ടിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസിലൂടെയൊക്കെ പുറത്തു വന്നു, പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു തൊപ്പി വിൽപ്പനക്കാരനുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ തൊപ്പിയൊക്കെ വാങ്ങുന്നത്. നോബിളായിട്ടുള്ള ആളുകൾ, എഴുത്തുകാരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ തൊപ്പി വാങ്ങുന്നത് സ്ഥിരമായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ തലയാണ് വെട്ടിക്കളയാൻ പോകുന്നത്. അപ്പോൾ ഈ തൊപ്പി വിൽപ്പനക്കാരൻ പറഞ്ഞത്രേ ആ സമയത്ത്, ഇനി എൻ്റെ തൊപ്പി ആർക്കും വേണ്ടല്ലോ, ഇത് വിൽക്കാൻ ഇനി പറ്റില്ലല്ലോ, ഈ തല പോയവർക്ക് ഇനി എന്തിനാണ് തൊപ്പി എന്ന്. അപ്പോൾ ഇത് മൂന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ മനുഷ്യരാണ് എന്നതുകൊണ്ട് തന്നെ നമുക്കൊക്കെയുള്ള ഒരു പൊതു സ്വഭാവമാണ് സ്വാർത്ഥത, അല്ലെങ്കിൽ സെൽഫിഷ്നെസ്. ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു നേച്ചറാണ്, അല്ലെങ്കിൽ പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തെയാണ് അത് ഡിഫൈൻ ചെയ്യും എന്നൊരു ചിന്ത നിങ്ങളോട് ഏവരോടും പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും നിങ്ങളും ഈ വീഡിയോ നിങ്ങളെ കണ്ട് എന്നെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കും, ഈ വീഡിയോ ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.